الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. عموا وصموا فإعلان البشائر لم تسمع، وبارقة الإنذار لم تشمه. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلم أمة سيدنا ومولانا മുഹമ്മദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ആമുഖ ഭാഷണത്തിന് സ്ഥാനം കാണാതെ വിഷയസംബന്ധമായ ചർച്ചയിലേക്ക് കടക്കുകയാണ്. 4 ജില്ലകളിലായി നാം നടത്തിവരുന്ന ഇബാദുർ റഹ്മാൻ പ്രഭാഷണ പരമ്പരയുടെ 3ാം ഘട്ടം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോഴേക്ക് ഏകദേശം അല്ലാഹുവിന്റെ അടിമകൾക്കുണ്ടായിരിക്കേണ്ട 12 ഗുണങ്ങളിൽ 11ാമത്തെ ഗുണവും പരാമർശിക്കാൻ പോവുകയാണ്. ഇനി ഒരു ഗുണം ബാക്കി നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇൻഷാ അല്ലാഹ് ഏറ്റവും അവസാനമായി മലപ്പുറത്തു നിന്നും അവതരിപ്പിക്കും. സിഡികൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വാങ്ങുക, കേൾക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് അനുസരണയുള്ള വിശ്വാസി എന്ന തലക്കെട്ടിലാണ് ഇന്നു നാം വിഷയം ക്രമപ്പെടുത്തിയെടുത്തത്. അശ്ലീലങ്ങളിൽ പങ്കുകൊള്ളാത്ത, അശ്ലീലങ്ങളുടെ അരികിലൂടെ യാദൃച്ഛികമായി പോകേണ്ടി വന്നാൽ പോലും
താൻ ആർജിച്ചെടുത്ത ആ മാന്യത, നേടിയെടുത്ത ആ തഖ്വയുടെ ഉളുപ്പ് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ വിശ്വാസികൾ എന്ന് ഇന്നലെ നാം പറഞ്ഞു. സമയക്കുറവ് കൊണ്ട് വളരെ കുറച്ചേ പറയാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇന്നും അവസ്ഥ മറിച്ചല്ല. അതുകൊണ്ട് കൂടുതൽ സമയം ഇന്നലത്തെ ഭാഗവും കൂടെ ആ ഗ്യാപ്പും കൂടെ നികത്തി സംസാരിക്കണമെന്നായിരുന്നു കരുതിയിരുന്നത്. തൽക്കാലം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ആ ഭാഗം ഇന്നത്തെ ചർച്ചയിൽ എവിടെയെങ്കിലും ഒരല്പം കൊണ്ടുവന്നുകൊണ്ട് അവതരിപ്പിക്കാനാണ് തൽക്കാലം ആഗ്രഹിക്കുന്നത്. ഇന്നലത്തേതിന്റെ ബാക്കി ഭാഗമായി എന്തായാലും അവതരിപ്പിക്കാനുള്ള സമയമില്ല. വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. അല്ലാഹുവിന്റെ അടിമകളുടെ ഗുണങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്, 11ാമത്തെ ഗുണമാണ് വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം. അവരുടെ രക്ഷിതാവിന്റെ പൊള്ളുന്ന വചനങ്ങൾ വെച്ച് അവരെ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന, അതിന് ചെവി കൊടുക്കാത്തവരോ, എന്താണ് ഈ കേൾക്കുന്നത്, ഈ സാരോപദേശത്തിന്റെ ആകത്തുക എന്താണ് എന്ന് ശ്രദ്ധിക്കാത്തവരോ, അങ്ങോട്ട് ചെവി കൊടുക്കാത്തവരോ, കണ്ണു തുറക്കാത്തവരോ അല്ല യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അടിമകൾ. ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. നേരെ ആ പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ കോതിക്കൊടുക്കുമ്പം ലം യഖിറൂ അലൈഹ, ആ ആയത്തുകളുടെ മേൽ അവർ അന്ധമായി വീണുകിടക്കില്ല. സുമ്മൻ വഉംയാനൻ, ബധിരരും അന്ധരുമായി വീണുകിടക്കുകയില്ല. മറിച്ച് കണ്ണും കാതുമുള്ളവരായിട്ടാണ് ആ ആയത്തുകളെ അവർ സമീപിക്കുക. ലം യഖിറൂ അലൈഹ സുമ്മൻ വഉംയാന. അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ വീഴുന്നവരല്ലേ മോമിനീങ്ങൾ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയം തോന്നിയേക്കാം. അങ്ങനെയാണല്ലോ പറയേണ്ടത്. പടച്ച റബ്ബൊരു കാര്യം പറയുമ്പോ ആ കാര്യത്തിന് വണക്കം പ്രഖ്യാപിക്കുകയും അതിനോട് പൂർണ്ണമായ അനുസരണം പ്രഖ്യാപിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അതിന് വഴിപ്പെട്ട് ആ ആയത്തുകളുടെ മുമ്പിൽ വീണുകിടക്കുന്നവനല്ലേ യഥാർത്ഥത്തിൽ വിശ്വാസി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇവിടെ ഉദ്ദേശ്യം അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഇവർ വീഴില്ല എന്ന് പറയലല്ല ഉദ്ദേശ്യം, മറിച്ച് ശേഷം വരാൻ പോകുന്ന സുമ്മൻ വഉംയാന എന്നതിനാണ് പ്രസക്തി. അന്ധരും ബധിരരുമായി അത് കാണാൻ, അത് കേൾക്കാൻ കണ്ണില്ലാതെ കാതില്ലാതെ അവർ വീണുകിടക്കുകയില്ല. കഴുതയോട് വേദമോദിയ മട്ട് അതല്ല വിശ്വാസിയോട് വേദമോതുമ്പോ. വിശ്വാസിയോട് വേദമോദിയാൽ അവന് കണ്ണുണ്ട്, അവന് കാതുണ്ട്. അതേസമയം നന്ദി കെട്ട ഹതഭാഗ്യരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ നാൽക്കാലികളെപ്പോലെയാണ്, അല്ല അതിലേറെ മോശപ്പെട്ടവരാണെന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം പറഞ്ഞു. സൂറത്തു യാസീനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അത്തരം ആളുകൾ എന്നും ഭൂരിപക്ഷം ജനത സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരായിരിക്കും. ആ പുറംതിരിഞ്ഞു നിൽപ്പിന് കാരണം സത്യം കേൾക്കാനുള്ള കാതോ സത്യം കാണാനുള്ള കണ്ണോ അവർക്കില്ല എന്നതാണ് അതിന്റെ പ്രധാന കാരണം. എന്നും കൂടെ സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാരി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ കഴുത്തിലാകെ താൽപര്യങ്ങളുടെ ചങ്ങലകൾ മുറുകിക്കിടക്കുകയാണ്. പലതരത്തിലുള്ള താൽപര്യക്കാരാണ്. മുഹമ്മദ് പറയുന്നത് സത്യമാണെന്നറിയാം. പിന്നെ എന്തേ ഈ പറയുന്നത് ആരുറപ്പുള്ള യാഥാർത്ഥ്യങ്ങളാണെന്ന്
ബോധ്യപ്പെട്ടിരിക്കെ ഇനി ഇത് വിശ്വസിക്കുന്നതിനുള്ള തടസ്സം എന്താണ് അവിശ്വാസികൾക്ക്? അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന കപടന്മാർക്ക് ആ പ്രഖ്യാപനത്തെ അനുസരിക്കുന്നതിനുള്ള പ്രയാസം എന്താണ്? അതിനുള്ള പ്രയാസം പലതരത്തിലുള്ള താൽപര്യങ്ങളുടെ ചങ്ങലകളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സത്യമാണെന്നറിയാം. പക്ഷേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിലും ഞാൻ ആ വാക്ക് കേട്ട് അവന്റെ കൂടെ അങ്ങോട്ട് പോയാൽ ഒരവിശ്വാസി ചിന്തിക്കുകയാണ്, എനിക്കെന്റെ നാട് നഷ്ടപ്പെടൂലേ, എനിക്കെന്റെ മണ്ണ് നഷ്ടപ്പെടില്ലേ? എന്റെ മണ്ണ് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. സത്യത്തെക്കാൾ വലുതാണ് യഥാർത്ഥത്തിൽ എനിക്ക് എന്റെ ജന്മനാട്. അവനെ സംബന്ധിച്ചിടത്തോളം ജന്മനാട്ടിനേക്കാൾ വലുതല്ല സത്യം. മറ്റൊരുത്തന്റെ ചിന്ത, ഞാൻ ആ പാർട്ടിയിലേക്ക് പോയാൽ എന്റെ കൂടെ വരാൻ തയ്യാറില്ലാത്ത എന്റെ ജീവിത സഖിയെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരില്ലേ? അവളേക്കാൾ വലുതല്ല എനിക്ക് സത്യവും പരലോക വിജയവും ഒന്നും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം. അല്ലെങ്കിൽ ഞാൻ എന്റെ ബിസിനസ് ഉപേക്ഷിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ടി താല്പര്യത്തിന് കത്തിവെക്കേണ്ടി വരില്ലേ? ഈ നിലക്കുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലരെയും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ കഴുത്തിൽ താൽപര്യങ്ങളുടെ ചങ്ങലക്കൂട്ടങ്ങൾ അള്ളാഹു അണിയിച്ചിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, അത് പൊട്ടിച്ചെറിയണമെങ്കിൽ ശക്തമായ ഇച്ഛാശക്തിയുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. അസാധാരണമായ ഇച്ഛാശക്തിയുള്ള മനുഷ്യർക്കേ കഴിയൂ. അത്തരത്തില് അസാധാരണമായ ഇച്ഛാശക്തിയുള്ള വലിയ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചെറിഞ്ഞ് സർവ്വ താൽപര്യങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സത്യത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു ചങ്ങലയും തനിക്ക് പ്രശ്നമായില്ല. എല്ലാ ഭാണ്ഡവും പൊട്ടിച്ചെറിഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സത്താ എന്ന് പറഞ്ഞ മുന്നിലും പിന്നിലും ചുറ്റുവലയം തീർത്ത ആ മതിൽക്കെട്ടുകൾ തനിക്കൊരു പ്രതിസന്ധിയായി മാറിയില്ല. അത് മുഴുവനും തട്ടിമാറ്റിയിട്ട് സത്യം പുൽകാൻ തയ്യാറാവുകയായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഒരു മനസ്സുള്ളവനാണ് യഥാർത്ഥത്തിൽ വിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞാൽ പോരാ, ഇബാദുർ റഹ്മാൻ എന്ന പട്ടികയിലേക്ക് കടക്കണമെങ്കിൽ അള്ളാഹു എന്തു പറഞ്ഞോ അതപ്പോ കേൾക്കാൻ തയ്യാറാവണം. അത് കേൾക്കാൻ തയ്യാറാകണം, അപ്പോഴേ പറ്റൂ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർ വീഴില്ല എന്നല്ല, വീഴും. പക്ഷെ വീഴുന്നത് അനുസരണത്തോടുകൂടിയായിരിക്കും. അനുസരണം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും ആ വീഴുന്നത്. ഇത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പ്രത്യേകം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് കാണാം. ഇമാം നസഫി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം, ഹദാ ലൈസ ബിനഫിയിൽ ഖുറൂർ ബൽ ഹുവ ഇസ്ബാതുൽ ലഹു വനഫിയുസ് സമമി വൽ അമാ. അവൻ ഇന്നുവരെ എന്റെ അടുത്തേക്ക് സലാം ചൊല്ലിക്കൊണ്ട് വരാറില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ വരാറില്ല എന്നല്ല അതിന്റെ അർത്ഥം. സലാം ചൊല്ലുന്ന പതിവ് അവനില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നതുപോലെ എന്നും അന്ധരും ബധിരരുമായി കഴിയുന്ന ഒരു ശൈലി അത് മുസ്ലിമീങ്ങൾക്കില്ലെന്നാണ് ഈ പറഞ്ഞത്. അല്ലാതെ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കില്ലെന്നല്ല. എപ്പോഴും അവർ ആയത്തുകളെ സമീപിക്കുന്നവരാണ്, ആരോഗ്യകരമായി സമീപിക്കും. അതിൽ പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന കാര്യം മറന്നുപോകാൻ പാടില്ല. നോക്ക് നിങ്ങൾ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, മറ്റൊരിടത്ത് നമുക്ക് കാണാം, ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. അല്ലാഹു തആല മാർഗദർശനം നൽകിയ നല്ല മനുഷ്യർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം തെരഞ്ഞെടുത്ത അമ്പിയാക്കൾ, അതുപോലെ തന്നെ അവരുടെ പിന്തുടർച്ചാവകാശികൾ, അവർ നടന്ന റൂട്ടിലൂടെ നടക്കുന്നവർ, അവർക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോ ഖറൂ സുജ്ജദൻ വബുകിയാ,
അവര് സുജൂദിലായി വീണുകിടക്കുന്നു. അവർ സുജൂദിൽ നിന്ന് പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അവർ അനുസരണം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാ ഞാൻ പറഞ്ഞത്, വീഴില്ല എന്നല്ല, മറിച്ച് ആ പറഞ്ഞ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറാണ്. എന്നാൽ ഇവിടെ പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ലേ? വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ഖറൂ അലൈഹാ സുജ്ജദൻ വബുക്കിയ. എന്നാൽ ഇങ്ങനെയൊന്നും വളച്ചു കെട്ടി പറയണ്ടല്ലോ. അത് പറഞ്ഞതിനൊരു പ്രത്യേക താല്പര്യമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, വഇന്നമാ അബ്റ അൻ ദാലിക ബിനഫിയി ളിദ്ദി തഅരീളൻ ബിമാ യഫ്അലുഹുൽ കഫറതു വൽ മുനാഫിഖൂൻ. അള്ളാഹുവിന്റെ ആയത്തുകൾ വെച്ച് ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ അന്ധരും ബധിരരുമായി അതിൽ വീണുകിടക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ അവിടെ അന്ധരും ബധിരരുമാകുന്നവരല്ല എന്ന് പറഞ്ഞത്. അത്തരം പ്രവണതയുണ്ട് സത്യനിഷേധികൾക്കും കപടന്മാർക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അവര് ചെയ്യും പോലെ ചെയ്യുന്നവരല്ല മോമിനീങ്ങൾ. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അത് സൂചിപ്പിച്ച് പറയാനും കൂടെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ശൈലി ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം കേട്ട മാത്രയിൽ അല്ലാഹുവിന്റെ സാരോപദേശം എപ്പോഴാണോ ഈ ശക്തമായ വചനങ്ങൾ വരുന്നത്, എന്നാൽ അവർ ആദ്യമുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ അവർ കഴിഞ്ഞുകൂടുകയില്ല. കേൾക്കാത്ത മട്ടില്, കാണാത്ത മട്ടില് അവര് അതേ അവസ്ഥയിൽ തന്നെ അവിടെ നിൽക്കും എന്നല്ല ആ പറഞ്ഞത്. ഒരിക്കലും അവർ അതേ മട്ടിൽ തന്നെ നിൽക്കുകയില്ല. മറിച്ച് പെട്ടെന്ന് മുസ്ലിമീങ്ങൾക്ക് മാറ്റമുണ്ടാകും. പെട്ടെന്ന് മുഅ്മിനീങ്ങൾക്ക്, ഈമാനുള്ള വിശ്വാസികൾക്ക് ഈ എത്രയും പെട്ടെന്ന് മാറ്റമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ പറഞ്ഞതിന് ഇനി വീഴണമെന്നുമില്ല, അനുസരണം കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയാറില്ലേ, സാധാരണ നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇന്ന സുഹൃത്തിനെ കണക്കിനങ്ങ് കൊടുത്തു, അവന് കൊടുക്കേണ്ടത് നന്നായിട്ട് 4 എണ്ണം അങ്ങ് വെച്ചുകൊടുത്തു. നല്ല സ്ട്രോങ് ഉള്ള 4 വാചകങ്ങൾ ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ അവനുണ്ട് നിന്ന് കരയുന്നുണ്ട്. ഞാൻ പോരുമ്പോ ചിലപ്പോൾ അയാൾ ഇരിക്കുകയായിരിക്കും, എന്നാലും നമ്മൾ പറയും നിന്ന് കരയുന്നുണ്ട്, അല്ലെങ്കിൽ ഇരുന്ന് കരയുന്നുണ്ട് എന്ന് പറയും. സംഗതി നിൽക്കുകയായിരിക്കും. ആ നൃത്തത്തിനും ഇരുത്തത്തിനും ഒന്നും അർത്ഥമില്ല. അവിടെ കരയുന്നുണ്ട് എന്നതിനാണ് പ്രാധാന്യം. ഇതൊക്കെ ഭാഷകൾ അറിയുന്നവർക്ക്, ഭാഷാപ്രയോഗങ്ങൾക്ക് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. അതെ, അല്ലാഹുവിന്റെ ശക്തമായ വചനങ്ങൾ കേൾക്കുമ്പോൾ ആ വചനങ്ങളെ ആരോഗ്യകരമായി സമീപിക്കുന്നവരാണ് വിശ്വാസികൾ. അതിനോട് അനുസരണം പ്രഖ്യാപിക്കുന്നവരാണ് വിശ്വാസികൾ. അവന്റെ കടിഞ്ഞാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും കയ്യിലേൽപ്പിച്ച് എന്താണോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, എന്താണോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എങ്കിൽ ആ പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവും പഠിപ്പിച്ചതുപോലെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാനാ. ഇനിയും നമുക്ക് കാണാൻ കഴിയും, ഒരു മഹാൻ പറയുന്നു, അവിടെ അല്ലാഹു അന്ധമായി വീഴുക എന്ന ഒരു പ്രയോഗം തന്നെ എടുത്തത് നല്ല ഈമാൻ കത്തിച്ചൊലിക്കുന്ന മനസ്സിന്റെ ഉടമകൾ അള്ളാഹുവിന്റെ ആയത്തുകൾ അങ്ങ് കേട്ടാൽ, പിന്നെ അല്ല പറഞ്ഞു എന്ന് കേട്ടാൽ, പിന്നെ അവർ എന്റെ യുക്തിക്കത് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നിൽക്കില്ല. എന്റെ മനസ്സത് സമ്മതിക്കുന്നുണ്ടോ, എന്റെ ബുദ്ധി അത് സമ്മതിക്കുന്നുണ്ടോ എന്നില്ല. കേൾക്കേണ്ട താമസം അവൻ അയാം റെഡി എന്ന് പ്രഖ്യാപിച്ചു കഴിയും. മോനെ, നീ ഒരിക്കലും അശ്ലീല ഭ്രമത്തിലേർപ്പെടരുത്. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമുദ്ധരിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ,
അതൊരു വിശ്വാസി എന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ പറഞ്ഞ അത്രയൊക്കെ ഗൗരവമുണ്ടോ അതിന് എന്ന് ചിന്തിക്കാതെ ഒറ്റയടിക്ക് അതങ്ങ് ഉൾക്കൊള്ളുന്നവനാണ് വിശ്വാസി. അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. യഥാർത്ഥ വിശ്വാസികളെ പരിചയപ്പെടുത്തിയിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നറിയോ? മാപ്പിളമാര്, ഒറിജിനൽ മാപ്പിള എന്നാരെ പറയണം? കനേഷുമാരി കണക്കു പ്രകാരമല്ല, മറിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അടുത്ത് അൽ മുഅ്മിനൂൻ എന്ന പട്ടികയിൽ പെടണമെങ്കിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ വിജയികളായ വിശ്വാസികളുടെ പട്ടികയിൽ പെടണമെങ്കിൽ അവരുടെ ഗുണമെന്താ? അവര് അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്നങ്ങ് പറയപ്പെടുന്നതോടുകൂടെ, അല്ലാഹ് എന്ന ശബ്ദം അത് പറയപ്പെടുന്നതോടുകൂടെ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങള് പ്രകമ്പനം കൊള്ളുകയായി, കിടുകിട വിറക്കുകയായി. പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചെയ്തു പോകരുത്, പടച്ച റബ്ബിനെ പേടിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ മാറുകയായി. ഈ മാറ്റം സംഭവിക്കാത്തവന് എത്രയും പെട്ടെന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഒരാത്മപരിശോധനക്ക് തയ്യാറാവണം. നമ്മുടെ ഈമാനിന് എവിടെയോ കാര്യമായ തകരാറുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഇന്നലെ ഞാനിവിടെ പറഞ്ഞു, മൊബൈൽ കൊണ്ടുണ്ടായിത്തീരുന്ന ഇന്നത്തെ ഈ അശ്ലീല പ്രവണതകള്, അതുപോലെ തന്നെ അശ്ലീല സാഹിത്യങ്ങള്, അശ്ലീലോപകരണങ്ങള്, കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം അശ്ലീലങ്ങള്, ഇത് വർദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിലൊന്നും ജീവിക്കേണ്ട ആളല്ല ഇദ്ദേഹം, എന്നോ കുറെ യുഗങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോകേണ്ടവരാണെന്ന് ചിന്തിച്ച ചെറുപ്പക്കാരൊരു പക്ഷെ ഉണ്ടാകും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വാക്ക് മാത്രമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇത്തരം ഉപദേശങ്ങൾ പറയുമ്പോ അതൊക്കെ ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ നടക്കുവോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? കാലഘട്ടം ഏതാ നോക്കാതെ നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആള് വളരെ മോശപ്പെട്ടവനാണെന്നാ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു തരം ദുരഭിമാനാണ്. ഇദാ ഖീല ലഹു തഖില്ലാഹ് ഇസ്സതു ബിൽ ഇസ്മ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവനോട് അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കണമെന്ന് പറഞ്ഞാൽ അഹദതുഹുൽ ഇസ്സതു ബിൽ ഇസ്മ, പാപം ചെയ്യുന്നതില് അഭിമാനം അവനെ പിടികൂടുന്നതാണ് എന്ന് പറഞ്ഞാൽ, മോനെ നിന്റെ ഞെരിയാണിയുടെ താഴെ ഇറങ്ങിയ ഡ്രസ്സൊന്ന് പൊക്കണമെന്ന് പറഞ്ഞാൽ, നിന്റെ മൊബൈലിൽ നിന്ന് ആ ഡയലർ ട്യൂണൊന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിംഗ് ട്യൂണൊന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ വിചാരിച്ച് നീ അത് മാറ്റണമെന്ന് പറഞ്ഞാൽ, അഹദതുഹുൽ ഇസ്സതു ബിൽ ഇസ്മ, ദുരഭിമാനം അയാളെ പിടികൂടുകയാണ്. അയാൾ മനസ്സിലാക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നതിലാണ് അന്തസ്സ്. ഇതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ ഉസ്താദേ എന്ന് ചോദിച്ചാൽ ഇത് അന്തസ്സായിട്ട് കാണുകയാണ് ഇയാള്. തെറ്റു ചെയ്യുന്നതിൽ അന്തസ്സ് കാണുന്ന ഒരു വിഭാഗം വളരെ മോശപ്പെട്ടവരാണെന്നാ പറഞ്ഞത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് നമ്മൾ മാറിയേ പറ്റൂ. അല്ലാഹുവിനെ വിചാരിച്ചിട്ട് ഇത്തരം പ്രവണതകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്തുകയാണ്. അല്ലാഹ് എന്നങ്ങ് കേൾക്കുമ്പോഴേ ഉടനെ മാറണം. ഈമാനിന്റെ ചെറിയൊരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മാറാൻ കഴിയും. കഴിയുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നന്നായി പരിശോധിക്കണം, എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നതാണ് അതിന്റെ അർത്ഥം. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഒരു വലിയ സംഭവമാണ്. ഞാൻ ആ സംഭവം പറയുന്നില്ല, കാരണം പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കും. പഴയ കാലത്തൊക്കെ വഴുതുകളിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പൊ പലപ്പോഴും അന്താരാഷ്ട്ര തലങ്ങൾ ടച്ച് ചെയ്തുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും
എപ്പോഴും പൊള്ളുന്ന വർത്തമാന സാഹചര്യങ്ങൾ ഒപ്പിയെടുത്തു മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം മാറ്ററുകളെല്ലാം പുറന്തള്ളപ്പെട്ട ഒരവസ്ഥയുമുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ സൂചന മാത്രം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഒരു ദിവസം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ മുൻഗാമികളുടെ കൂട്ടത്തിലുള്ള 3 ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരൊരു മലയുടെ താഴ്ഭാഗത്തുള്ള വലിയ ഒരു ഗുഹയിൽ അഭയം തേടി. മഴ വരുമ്പോ മഴയേൽക്കാതിരിക്കാൻ വേണ്ടി ആ ഗുഹയിലേക്ക് കയറിയിരുന്ന് അപ്പോഴാണ് ശക്തമായ മഴ പെയ്ത് മുകളിൽ നിന്ന് ഉരുൾപൊട്ട് സംഭവിച്ചിട്ട് വലിയ ഒരു പാറ അത് പൊട്ടി വീണ് ഉരുണ്ടുരുണ്ട് വന്ന് ഇവരുടെ ഗുഹാമുഖത്ത് വന്ന് ശരിക്ക് ദമ്മിലങ്ങടഞ്ഞു. അത് വലിയ ഒരു പാറയാണ്. ഇവർ 3 പേരും വന്നിട്ട് പരമാവധി തള്ളി നോക്കി, പക്ഷേ ഇത് അനക്കാൻ കഴിയില്ല, അത്രയും വലിയ പാറയാണ്. എന്നാൽ ഒരു പഴുതുപോലുമില്ല, ഒന്ന് വിളിച്ചുകൂവിയാൽ പോലും പുറത്തേക്ക് കേൾക്കാനുള്ള പഴുതില്ലാത്തതുകൊണ്ട് തീർച്ചയായും ഇവർ ഈ ഗുഹക്കകത്ത് അടക്കപ്പെട്ടു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളുടെ കൂട്ടത്തിലുണ്ടായ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. എന്തിന്? അതിലൊരുപാട് ഗുണപാഠങ്ങൾ ഇവരെ പഠിപ്പിക്കാൻ. അങ്ങനെ ഇത് പരമാവധി ഇവർ തള്ളി നോക്കി, രക്ഷപ്പെടില്ല. അവസാനം ഇവർ മുഖാമുഖം നോക്കിയിട്ട് പറഞ്ഞു, എടോ ഇത് വലഞ്ഞ ഒരു ഘട്ടം തന്നെയാ, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണോ? രക്ഷപ്പെടണമെങ്കിൽ നമുക്കൊരൊറ്റ മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതെന്താ? നമ്മൾ പടച്ച റബ്ബിനെ മാത്രം മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്ത വല്ല ഇബാദത്തുകളുമുണ്ടെങ്കിൽ, നിഷ്കളങ്കമായ കളങ്കരഹിതമായ ആരാധന പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാനുണ്ടെങ്കിൽ, ആ ആരാധന മുമ്പിൽ വെച്ചിട്ട് അത് തവസ്സുലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അവർ ചെയ്ത തെളിഞ്ഞ ആരാധന മുമ്പിൽ വെച്ചിട്ട് ആ ആരാധനയുടെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ, നിസ്കാരത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. ഒരു വലിയ പ്രതിസന്ധിയിൽ കുടുങ്ങുമ്പോൾ ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ നോമ്പ് നോറ്റിട്ട് ഈ നോമ്പിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ട വലിയൊരു മഹാൻ, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം. ഇങ്ങനെ തവസ്സുലാക്കി ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇവിടെ പറഞ്ഞു, നമുക്ക് നാം ചെയ്ത നിഷ്കളങ്കമായ പ്രാർത്ഥനകളിൽ ആരാധനകളിൽ ഏതെങ്കിലും ഒരു ആരാധന പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. അതിന് തീരെ ലോകമാന്യം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത, കളങ്കം ഒരൽപ്പം പോലും ഏശിയിട്ടില്ലാത്ത നല്ല ആരാധനകൾ ഓരോരുത്തരും സമർപ്പിക്കണം. ആ കൂട്ടത്തിൽ 3 ആളും ഓരോന്ന് പറയാൻ തുടങ്ങി. ആദ്യത്തെ ആള് പറയുന്നു, ഞാൻ ആ സംഭവം വലുതാക്കി പറയുന്നില്ല, പടച്ച റബ്ബേ, എനിക്ക് വളരെ പ്രായം ചെന്ന 2 മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ എന്നും നേരം വെളുത്താൽ എന്റെ ആടുകളെയുമായി മലയിൽ പോകും. അതുപോലെ തന്നെ വിറക് ശേഖരിക്കും. ആ ആടുകളെയൊക്കെ തീറ്റിപ്പോറ്റി തിരിച്ചു വീട്ടിലേക്ക് വരുമ്പം എന്റെ മാതാപിതാക്കൾക്ക് എന്റെ ആടുകളെ കറന്നെടുത്ത് പാല് കൊടുത്തതിന്റെ ശേഷമാണ് എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുക്കാറുള്ളത്. അന്ന് ഒരു ദിവസം ഞാൻ ഒരൽപ്പം വൈകി. അപ്പോഴേക്ക് പ്രായാധിക്യം കൊണ്ട് വിഷമിക്കുന്ന എന്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരുന്നു. അതെ, ഞാൻ വന്നപ്പോഴേക്ക് അവർ ഉറങ്ങി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് വന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് അദബുകേടാണ്. എന്നാലോ അവർക്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുക്കില്ല. എന്റെ മാതാപിതാക്കളോട് അത്രയും വലിയ ബഹുമാനമാണ്. ഞാൻ ആ പാൽ പാത്രവുമായി എന്റെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ തന്നെ ഇരുന്നു. എപ്പോഴാ ഉണരുന്നതെന്ന് നോക്കി. അർദ്ധരാത്രിയാകുമ്പോഴാണ് അവർ ഉണരുന്നത്. ആ സമയത്ത് അവർക്ക് പാല് കൊടുത്തപ്പം, റബ്ബേ, എന്റെ മക്കൾ പാലിന് വേണ്ടി കരയുന്നുണ്ട്, ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. ഉണർന്നപ്പോ എന്റെ മാതാപിതാക്കൾ എന്നോട് ചോദിച്ചു, മോനെ, മക്കൾക്ക് പാല് കൊടുത്തുകൂടായിരുന്നോ? ഇല്ല ഉമ്മ, ഉപ്പ, എനിക്ക് സാധ്യമല്ല.
നിങ്ങൾക്ക് തന്നിട്ടേ ഞാൻ എന്റെ മക്കൾക്കും എന്റെ കെട്ടിയോൾക്കും എന്റെ കുട്ടികൾക്കും കൊടുക്കൂ എന്ന് പറഞ്ഞു. റഹ്മാനായ റബ്ബേ, ഇത് നിനക്കറിയാമല്ലോ. അന്ന് ഞാൻ എന്റെ കെട്ടിയോൾക്കും കുട്ടികൾക്കും ഞാനന്ന് ആ പാല് കൊടുത്തിരുന്നെങ്കിൽ ആരും എന്നെ ചോദ്യം ചെയ്യാനില്ല. ഞാനത് ചെയ്തത് ആരെങ്കിലും നാട്ടിൽ നിന്ന് നാലാള് കണ്ട് എന്നെ പറ്റി നല്ല അഭിപ്രായം പറയാനല്ല. പടച്ചവനെ, അത് നിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെങ്കിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഫഫുറുജ് അന്നാ മിൻ ഹദിഹി ഫുർജ, ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു ചെറിയ ആശ്വാസം നൽകണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഫംഫറജ അൻഹുമുസ്സുലുസ്, മൂന്നിലൊരു ഭാഗം അവരെ തൊട്ട് നീങ്ങിക്കിട്ടി. ഒരു ചെറിയ ഭാഗം കല്ലൊന്നങ്ങോട്ട് ഇളകി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് മാറിയുന്നു. പക്ഷെ അവർ നോക്കി, പുറത്തോട്ട് ചാടാൻ ഒരു നിർവാഹവുമില്ല. ഒന്ന് പലിച്ച് കണ്ടല്ലോ, ഞൊടിയിട കൊണ്ട് പലിച്ചു കണ്ടു. രണ്ടാമത്തെ ആള് പ്രാർത്ഥിക്കുന്നു, അതാ നമ്മുടെ വിഷയം. രണ്ടാമത്തെ ആള് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ, وقال الله اللهم إن كنت تعلم أني كنت أحب امرأة من بنات عمي كأشد ما يحب الرجل النساء. നിനക്കറിയാം റബ്ബേ, സാധാരണ ഒരു പുരുഷൻ സ്ത്രീകളെ സ്നേഹിക്കുന്നതിലേറെ കടുപ്പത്തിൽ ഞാൻ ഈ എന്റെ എളാപ്പയുടെ പെൺമക്കളിൽപ്പെട്ട ഒരുത്തിയെ പിടുത്തം വിട്ട് സ്നേഹിച്ചുപോയി. അള്ളാഹുവിനോട് യാതൊരു ലജ്ജയും നാണക്കേടുമില്ലാതെ തുറന്നു പങ്കുവെക്കുകയാണ് പടച്ചോനുമായിട്ട്. ഇത് നിനക്കറിയാവുന്ന കേസാണ്. ഞാൻ അവളോട് പലപ്പോഴും അവളെ മോഹിച്ച് അവളോട് പലപ്പോഴും അവളുടെ സുന്ദരമായ ശരീരം എനിക്കൊന്ന് സമർപ്പിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന എന്റെ എളാപ്പയുടെ മകളതിന് സമ്മതിച്ചില്ല. അവസാനം ഒരു വലിയ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി അവളുടെ മുമ്പിൽ വന്ന് മുട്ടിയപ്പോൾ അന്നവൾ എന്റെ അടുത്ത് വന്നു സമ്പന്നനായ എന്നോട് സഹായം ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെ നിന്നോട് അപേക്ഷിച്ചത് നീ ഒരിക്കലും സാധിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നിനക്കെന്താണ് വേണ്ടത്? ആ വേണ്ടത് ഞാൻ തരാൻ തയ്യാറാണ്, സാമ്പത്തിക സഹായം. പക്ഷേ നീ എന്റെ ആവശ്യമൊന്ന് നിർവഹിച്ചു തരണം. 100 ദീനാറാണ് പ്രശ്നം, അത് ഞാൻ തരാം. അതു നീ തരികയാണെങ്കിൽ, ഇതാ അതു നീ തരാൻ തയ്യാറാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഇഷ്ടമില്ല. പടച്ച റബ്ബിന് പൊരുത്തമില്ലാത്ത ഈ പണി ചെയ്യാൻ ഒരിക്കലും ഇഷ്ടമില്ല. പക്ഷേ എന്റെ പ്രാരാബ്ദം കൊണ്ടാണ്, ദാരിദ്ര്യം കൊണ്ടാണ്. എങ്കിൽ വേണമെങ്കിൽ എന്റെ ശരീരം നിനക്ക് ഞാൻ നിർബന്ധമായി സമർപ്പിക്കാം എന്ന് പറയുമ്പോ നോക്കണം നിങ്ങള്, ഈ സഹോദരൻ പറയുന്നു, അങ്ങനെ ഞാനത് ഒപ്പിച്ചു കൊടുത്തു, അവൾക്കത് കൊടുത്തു. എന്നിട്ട് അവൾ അവളുടെ ശരീരം എനിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഏത് ഈമാനുള്ളവരും ദാരിദ്ര്യം തലക്കു പിടിച്ചാൽ ഈമാൻ തകർന്നു പോകും. അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, എപ്പോഴും നിങ്ങൾ ഫഖറിനെ തൊട്ട് അഭയം തേടണം. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെട്ടാൽ പലപ്പോഴും ആരെങ്കിലും ഒന്ന് വീട് ഓലപ്പൊര ഓടുമേഞ്ഞ് തരാൻ തയ്യാറാണെങ്കിൽ, ഓടുമേഞ്ഞ വീട് ഇടയ്ക്കിടെ എപ്പോഴും പ്രതിസന്ധികളാണ്, ചിതല് കയറിയിട്ട്. അതാരെങ്കിലും ഒന്ന് കോൺക്രീറ്റ് ആക്കി തരാൻ തയ്യാറാണെങ്കിൽ അപ്പോഴേക്ക് ആദർശം മാറാൻ തയ്യാറാകുന്നു. 2 കിലോ അരി എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ പിന്നെ ആദർശമില്ല. ഈ ഒരവസ്ഥ വരും. ഇതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, കാദൽ ഫഖറു അൻ യകൂന കുഫ്റാ. ഫഖർ, ദാരിദ്ര്യം കുഫ്രിയത്തിന്റെ തൊട്ടടുത്താണ്. അതെ, പെട്ടെന്ന് സത്യനിഷേധത്തിലേക്ക് അതടുത്തു നിൽക്കും. പിന്നീട് അവന് ആദർശം പ്രശ്നമാവില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യണം, പടച്ചവനെ ഞങ്ങളെ നീ ഇത്തരത്തിലുള്ള കടുത്ത ദാരിദ്ര്യത്തിൽ പെടുത്തരുത് റഹ്മാനേ, ഞങ്ങളെ ഒരിക്കലും ഇത്തരത്തിലുള്ള കടുത്ത ദാരിദ്ര്യത്തിൽ നീ കുടുക്കരുതേ റഹ്മാനെ, നീ കുടുക്കരുതേ റഹ്മാനെ. ഇതായി സഹോദരൻ പറയുന്ന, അങ്ങനെ ആ സഹോദരി എന്റെ മുമ്പിൽ വന്ന് അവളുടെ ശരീരം സമർപ്പിച്ചപ്പോൾ ഞാൻ ഫലമ്മാ ഖഅത്തു ബൈന റിജ്ലൈഹാ, അവളുടെ 2 കാലുകൾക്കിടയിൽ ഞാൻ എന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇരിക്കുകയാണ്.
ഈ പെണ്ണ് മനമില്ല മനസ്സോടെയാണ് ഇതിനൊരുങ്ങുന്നത്. ദാരിദ്ര്യം സമ്മതിക്കാത്തത് കൊണ്ടാണ്. അപ്പോഴും പടച്ച റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് നല്ല ഭയമുണ്ട്. അതാ തന്റെ മുത്താപ്പയുടെ മകൻ തന്റെ ശരീരത്തിലങ്ങിരിക്കുമ്പം ഈ പെണ്ണു പറഞ്ഞു, ഇദ്ദേഹം ഈ ഗുഹക്കകത്ത് നിന്ന് പറയാണ്, കാലത്ത് പടച്ചോനെ, ആ സമയത്ത് അതിന്റെ മുമ്പിലൊക്കെ പറഞ്ഞെങ്കിൽ ഒഴിഞ്ഞുമാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു നിലക്കും ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത നിലക്ക് വികാരം കത്തി നിൽക്കുന്ന സമയത്താണ് അവൾ എന്നോടൊരൊറ്റ വാക്കെന്റെ മുഖത്ത് നോക്കിയിട്ട്, ഇത്തഖില്ല, ഇക്കാക്കാ പടച്ച റബ്ബ് കാണുന്നുണ്ടെന്ന ബോധം വേണം കേട്ടോ, അല്ലാഹുവിനെ പേടിക്കണം കേട്ടോ, വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖ്, അവകാശപ്പെടുന്ന രൂപത്തിലല്ലാതെ എന്നെ നിക്കാഹ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്റെ മുദ്ര നീക്കാം, അതല്ലാത്ത രൂപത്തിൽ എന്നെ തൊട്ടു പോകാൻ പാടില്ല, എന്റെ കന്യകത്വം നീ നഷ്ടപ്പെടുത്തരുത് കേട്ടോ ഇക്കാക്ക എന്ന് പറഞ്ഞപ്പോ ഇത്തഖില്ല, അല്ലാഹ് എന്ന ആ ശബ്ദം അത് എന്നെ പെട്ടെന്നങ്ങ് പേടിപ്പെടുത്തി, ഭയപ്പെടുത്തി. ഫഖുംതു, ഞാൻ അറിയാതെ എഴുന്നേറ്റ്, വതറക്തുഹാ, ഞാൻ അവളെ ഉപേക്ഷിച്ചു. ആ കൊടുത്ത സംഖ്യ അവൾ തിരിച്ചു തരുമ്പോ ഞാൻ പറഞ്ഞു, നീ കൊണ്ടുപോയിക്കോ, ഞാനത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നീ ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫുർജ് അന്നാ ഫുർജ, പടച്ചവനെ, ഞാൻ ഈ ചെയ്തത് നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് റബ്ബേ ഞാൻ ഈ ചെയ്തതെങ്കിൽ ഫഫുർജ് അന്നാ ഫുർജ, ഞങ്ങൾക്ക് ചെറിയ ഒരാശ്വാസം നീ തരണം. ഖാല ഫഫറജ അൻഹുമുസ് സുലുസൈൻ, അപ്പോ 2/3 നീങ്ങി എന്ന് പറഞ്ഞാൽ കല്ല് നേരത്തെ നീങ്ങി അത്രയും കൂടെ നീങ്ങി. എന്നാലും അവർക്ക് അതിലൂടെ പുറത്തോട്ട് ചാടാൻ വയ്യ. അപ്പൊ 3-ാമത്തെ ആള് വീണ്ടും പ്രാർത്ഥിച്ചു. അയാൾക്ക് പറയാനുള്ളത്, കുറെ മുമ്പ് അയാൾ ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ചിരുന്നു. ഞാൻ ആ സമയം വെറുതെ നഷ്ടപ്പെടുമെന്നതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഈ 2-ാമത്തെ കാര്യമാണ്. കണ്ട നിങ്ങൾ, ഈമാനുള്ളവർക്ക് അങ്ങനെയാണ്. ഈമാനുള്ളവർക്ക് ആ സാഹചര്യത്തിൽ അവിടെ നിന്നിങ്ങോട്ട് മാറണമെങ്കിൽ ഇത്തഖില്ല, ഇതാണ് ഇദാ ദുഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്നാണ്ട് കേൾക്കുമ്പോൾ ഹൃദയം കെട്ട് പിടക്കുക എന്ന് പറഞ്ഞ ഒരു ചിത്രമാണത്. അതാണ് ആ കാണുന്നത്. നമുക്കുണ്ടോ? തെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹിനെ പറ്റി പറഞ്ഞു തന്നിട്ട് പിന്നെയും പോവല്ലേ? തെറ്റ് ചെയ്യുമ്പോ പറഞ്ഞാൽ പിന്മാറുകോ? ചെയ്ത് 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 ഒരുപാട് ആ തെറ്റില് ഒരുപാട് മുന്നോട്ട് പോയി. അവനോട്, മോനെ ഇനിയൊന്ന് മാറ്, ഇനിയുമുണ്ട് ശിഷ്ടജീവിതത്തിൽ, നന്നാവുകയാണെങ്കിൽ രക്ഷപ്പെടാൻ മാർഗം ഇല്ല, അവൻ മാറാൻ തയ്യാറല്ല. ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. 3-ാമത്തെ ആൾ ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ചു. അയാൾ കൂലി വാങ്ങാതെ പോയി. ഇയാളുടെ ഈ കൂലി അത് സ്വരൂപിച്ചു. അത് ബിസിനസ് രംഗത്തേക്ക് ഇറക്കി. ഒരാടിനെ വാങ്ങിയിട്ടു. അതങ്ങനെ പെറ്റുപെരുകി അങ്ങനെ കുറെ ഉണ്ടായി. അവസാനം ഒരു മലം നിറയെ ആടും പശുവൊക്കെ ആയി. ഇയാൾ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നു. അതിന്റെ ചെലവും വരവും ഒക്കെ വേറെ എഴുതി വെച്ചു. ഇയാൾക്ക് വലിയ ലാഭമാണ്. ഇയാൾ തിരിച്ചു വന്നിട്ട് എന്റെ കൂലി വേണമെന്ന് പറഞ്ഞപ്പോ ആ മലയിലുള്ളത് മുഴുവനും നിന്റെ കൂലിയാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, നീ എന്നെ പരിഹസിക്കാനോടോ? ഒരു ദിവസം ഞാൻ പണിയെടുത്തതിന് അത്രയൊക്കെ കൂലി ഉണ്ടാവുമോ? നിന്റെ മുടക്കു മുതൽ ഞാൻ വലുതാക്കിയതാണത്. നിന്റെ മുടക്കു മുതലാണ്, അതിന്റെ ലാഭം നിനക്കാ വേണ്ടത്. അദ്ദേഹം പറഞ്ഞു, പടച്ചോനെ, ഞാൻ അന്നത് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്തിരുന്ന ആ മനുഷ്യൻ, അയാൾ ആ മലയിലുള്ളത് മുഴുവനും കൊണ്ടുപോകുമ്പോ ഒരാട്ടിൻകുട്ടിയെങ്കിലും, അല്ലെങ്കിൽ ഒരാട്ടിൻകുട്ടിയെ കെട്ടുന്ന ഒരു കുറ്റിക്കയറെങ്കിലും എനിക്കവിടെ ഇട്ടേച്ച് തന്ന്, ഇത് നിങ്ങൾ നോക്കിയതിന് പ്രതിഫലമാണ് എന്ന് പറഞ്ഞ് ഇട്ടേച്ചു തന്ന് പോയിട്ടില്ല. എല്ലാം എടുത്തു കൊണ്ടുപോയി. എന്നിട്ടും ഞാൻ അയാളോടൊന്നും ചോദിച്ചിട്ടില്ല. പടച്ചവനെ, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നീ ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ ഫുർജ, ഞാനിത് നിന്റെ വജ്ഹ് കരുതിയിട്ടാണ് ഞാനിത് ചെയ്തതെങ്കിൽ, നിന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് നീ ഒരു മോചനം തരണം. അപ്പോൾ കല്ല് അതാ സമ്പൂർണമായി ഇങ്ങ് മാറി നിന്നു. അവർ 3 ഗുഹയിൽ നിന്ന് പുറത്തോട്ട് വന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്,
അവിടെ രണ്ടാമത്തെ സ്ഥലത്ത് അല്ലാഹ് എന്ന് പറയപ്പെട്ടപ്പോൾ കണ്ടോ നിങ്ങൾ, ശരിക്കവരുടെ ഹൃദയം പിടച്ചു. അല്ലദീന ഇദാ ദുഃഖിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവരുടെ മേലിൽ അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്താൽ, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ പൊള്ളുന്ന വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുത്താൽ, പാരായണം ചെയ്തു കൊടുത്താൽ, സാദത്തുഹും ഈമാനാ, അത് അവർക്ക് ഈമാനിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അതേ, വേണ്ടാത്തരം ചെയ്യരുത് എന്നങ്ങ് പറഞ്ഞാൽ, ആയത്തോതി അങ്ങ് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നോക്ക് നിങ്ങൾ, ഈ അശ്ലീല ഗാനവുമായി കറങ്ങുന്ന നമ്മൾ, അത് പറഞ്ഞ് ഇന്നലെ നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗിനാഉ യുംബിതുൻ നിഫാഖ്, അൽ ഗിനാഉ യുംബിതുൻ നിഫാഖ ഫിൽ ഖൽബി കമാ യുംബിതുൽ മാഉ സ്സർഉ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഗിനാഉ യുംബിതു, അശ്ലീല ഗാനം, സംഗീതം, അത് മുളപ്പിക്കും അന്നിഫാഖ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ കാപട്യത്തെ മുളപ്പിക്കുന്നതാണ്. സംഗീത ഭ്രമം തലക്ക് പിടിക്കും തോറും കാപട്യം കൂടിക്കൂടി വരും. പ്രിയപ്പെട്ട കൂട്ടുകാരാ, കാപട്യം വർദ്ധിക്കും. അൽ ഗിനാഉ യുംബിതുൻ നിഫാഖ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ നിഫാഖിനെ വർദ്ധിപ്പിക്കുന്നതാണത്, ആ നിഫാഖിനെ മുളപ്പിക്കുന്നതാണ്. കമാ യുംബിതുൽ മാഉ സ്സർഉ, കൃഷിക്ക് വെള്ളം ചേർത്ത് കൊടുക്കും പോലെയാണ്. വെള്ളം കൃഷിയെ മുളപ്പിക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ കൂടുതൽ സജീവമായി വളരും. അതേ രൂപത്തിലാണ് നീ പാട്ട് കേൾക്കുന്തോറും തകരും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ ചോദിക്കട്ടെ, ഈ FM റേഡിയോയും കൂടെ ആയതോടുകൂടെ ഇതാ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ മുഴുവനും ആകെ തകർന്നിരിക്കാൻ. വെറുതെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ ട്രെയിനിലേക്ക് കയറുമ്പോ അവിടെയൊക്കെ പലപ്പോഴും പാട്ട് കേൾക്കാനൊക്കെ ചിലപ്പോൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇല്ല, ഫുട്പാത്തിലൂടെ സഞ്ചരിക്കുന്നവനും ട്രെയിനിലേക്ക് തിരക്കി കയറുന്നവനും ബസ്സിൽ കയറുന്നവനും ചെയറിലിരുന്ന് ഓഫീസ് മുറിയിൽ ചെയറിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നയാളും അയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും തടസ്സമില്ലാത്ത രൂപത്തിൽ ഇയർഫോൺ ചെവിയിൽ കൊടുത്ത് അതാ ഏതു സമയത്തും പാട്ടങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അശ്ലീല പാട്ടുകളോട് നമുക്ക് വിടയാവാൻ കഴിയുന്നില്ലേ? ഞാൻ പറയുന്നു, മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ഭയന്നോ. ഹൃദയത്തിൽ നിഫാഖ് ശരിക്ക് കട്ടിപ്പിടിച്ചു വളരുമെന്ന ബോധം നിങ്ങൾക്ക് വേണം. ഹൃദയത്തിൽ നിഫാഖ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഒരു കവി പാട്ടുപാടുന്നത് കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്ന, ബൈനമാ നഹ്നു നസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ബൈനമാ നഹ്നു നസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലാണ്. അങ്ങനെ അർജ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ, ഇത് അറള ഷാഇറുൻ യുൻഷിദ്, അവിടെ വെച്ച ഞങ്ങൾ കണ്ടു. ആരെയാ കാണുന്നത്? അവിടെ അതാ ഒരു കവിയുണ്ട്, യുൻഷിദു. അയാൾ നല്ല സംഗീതം ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ നന്നായി പാടുകയാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ തന്നെ മുത്തുനബി പറഞ്ഞു, കാരണം ഇയാൾ പാടുന്നത് അശ്ലീല പാട്ടുകളാണ്, മാന്യന്മാർക്ക് കേട്ടുനിൽക്കാൻ പറ്റാത്തതാണ്. ഇന്ന് നോക്ക് നിങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാരുടെ ചുണ്ടിൽ വിരിയുന്നത് സ്വന്തം ഉമ്മയുണ്ട് വലതുഭാഗത്ത്, സ്വന്തം ഉപ്പയുണ്ട് ഇടതുഭാഗത്ത്, ജേട്ടനുണ്ട്, അനുജനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അതൊന്നും വകവെക്കാതെ വെറും തോന്നിയാസങ്ങള്, അശ്ലീലങ്ങള് എപ്പോഴും ചുണ്ടുകളിൽ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാടുന്നതാണ്, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടതാണ്. ഈ രൂപത്തിലാണെങ്കിൽ
ആ കവിയുടെ കവിത കേട്ടപ്പോ അന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുദൂദക ശൈത്താൻ, പിടിയടാ ആ ശൈത്താനെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ നിന്ന് പാട്ടുപാടിയപ്പം ഹുദൂദക ശൈത്താൻ, ആ പിശാചിനെ പിടിച്ച് മാറ്റവിടുന്ന ലഅൻ യംതലി അജൗഫു അഹദികും ഖൈഹൻ ഖൈറുൽ ലഹു മിൻ അൻ യംതലി അശ്ശിറാ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅൻ യംതലി അജൗഫു അഹദികും, നിങ്ങളിൽ ഒരാളുടെ കൽബകം ഖൈഹ, ചലം നിറഞ്ഞു കിടക്കൽ. നിങ്ങളുടെ ഒരാളുടെ ഹൃദയം മുഴുക്ക ചലം നിറഞ്ഞു എന്ന് നിനക്ക് വെക്കുക. ഖൈറുൻ ലഹു, അത് അയാൾക്ക് കൂടുതൽ ഗുണമാണ്. മിൻ അൻ യംതലി അശ്ശിറ, അശ്ലീല കവിത നിറയുന്നതിനേക്കാൾ. അശ്ലീല കവിത, ഒരു ഉളുപ്പുകെട്ട പാട്ട് കാണാപ്പാഠം പഠിക്കുക, ബൈഹാർട്ടായി അറിയുന്നതിനേക്കാൾ നല്ലത്